തിരുവനന്തപുരം കോർപ്പറേഷൻ നെടുങ്കാട് ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കെതിരെ പരാതി. ക്രിമിനൽ കേസുകൾ മറച്ചുവെച്ചെന്നാണ് പരാതി. നെടുങ്കാട് ബി.ജെ.പി. സ്ഥാനാർത്ഥി ബീന ആർ.സിക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. നിർബൻ ചക്രവർത്തി ചേരുകയാണ് വിശദാംശങ്ങളുമായി. നിർബൻ, ഈ സ്ഥാനാർത്ഥി അതായത് ബീനയ്ക്കെതിരെ ഏതാണ്ട് 20 കേസുകൾ ഉണ്ടെന്നാണ് LDF ആരോപിച്ചിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും സിന്ധൂരി, തിരുവനന്തപുരം കോർപ്പറേഷനിലെ നെടുങ്കാട് വാർഡിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാണ് ബീന ആർ.സി. ഇവർക്കെതിരെ ആണ് ഇപ്പോൾ LDFന്റെ പ്രവർത്തകർ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത്. ഇവർക്ക് 20ലധികം കേസുകൾ നിലനിൽക്കുന്നുണ്ട്. കന്റോൺമെന്റ് സ്റ്റേഷനിൽ, ഒപ്പം തന്നെ തിരുവല്ലം ഫോർത്ത് സ്റ്റേഷനിലെല്ലാം ഇവർക്ക് പരാതി ഇവർക്കെതിരെ ഉണ്ട്. ഇവർ ആറ്റുകാലിൽ മുമ്പ് കൗൺസിലറായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിച്ച് പരാജയപ്പെട്ടു പോയി. ആറ്റുകാലിൽ കൗൺസിലറായിരുന്ന ഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ച് നൽകിയ പരാതിയിൽ ഇപ്പോൾ വിജിലൻസ് കേസ് തുടരുകയാണ്. ഈ പരാതികളിലുള്ള കേസുകളടക്കം 20ലധികം കേസുകൾ ഉണ്ടെങ്കിലും ആ കേസുകൾ നോമിനേഷൻ നൽകിയ പത്രികയിൽ, നാമനിർദ്ദേശ പത്രികയിൽ ആർ.സി. ബീന മറച്ചുവെച്ചു എന്നതാണ് LDF പറയുന്നത്. ഇത്തരം കേസ് വിവരങ്ങൾ അടക്കം നാമനിർദ്ദേശ പത്രികയിൽ മറച്ചുവെച്ചതുകൊണ്ട് തന്നെ ഇവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നാണ് LDF പ്രവർത്തകരുടെ ആവശ്യം. നാളെയാണ് ഇത് ഹിയറിംഗിന് പരിഗണിക്കുക. ബി.ജെ.പിയുടെ തിരുവനന്തപുരത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് ചുമതല കൂടി വഹിക്കുന്ന നേതാവാണ് ആർ.സി. ബീന. ഇവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. തൊട്ട് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ആറ്റുകാൽ വാർഡിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയും അവിടുത്തെ കൗൺസിലറുമായിരുന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഴിമതി അടക്കമുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉയർന്നത്. അന്ന് പരാതി നൽകിയിരുന്നു. തുടർന്ന് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നഗരത്തിലെ ഫോർട്ട്, കന്റോൺമെന്റ്, തിരുവല്ലം സ്റ്റേഷനുകളിലും മറ്റ് പല സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട്. ആ ക്രിമിനൽ കേസുകൾ മുഴുവൻ മറച്ചുവെച്ചാണ് ബീന ആർ.സി. ഈ നാമനിർദ്ദേശ പത്രിക നൽകിയത്. അത് ചട്ടലംഘനമാണ് എന്ന് ആരോപിച്ചാണ് LDF പരാതി നൽകിയിട്ടുള്ളത്. ശരി നിർബൻ, തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് നെടുങ്കാട് ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കെതിരെ ഈ പരാതി വന്നിരിക്കുന്നത്. ക്രിമിനൽ കേസുകൾ മറച്ചുവെച്ചെന്നാണ് പരാതി. നാളെയാണ് ഹിയറിംഗ്. അതിനുശേഷമായിരിക്കും അന്തിമമായ തീരുമാനമുണ്ടാവുക. നിർബൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.